കിച്ചു ഉണ്ടെങ്കിൽ ഇത് കണക്ക് രേണുവിനെ കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഋതപ്പനെ കാണാൻ അങ്ങോട്ട് പോകുന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കിച്ചു ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഇത് കണക്ക് ഋതപ്പനെ ചെന്ന് കാണുന്നതായിട്ടുള്ള വീഡിയോ ആയിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാതാണ് പെട്ടെന്ന് ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ അവരെല്ലാം എങ്ങോട്ടോ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ രേണുവിനെ ഉണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി അവർ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഉടനെ ഉണ്ടെങ്കിൽ ഋതപ്പനെ കൊണ്ടുപോകാനുള്ള രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ തങ്കച്ചൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നീ സാധാരണ രീതിയിൽ വന്ന് കാണുന്നില്ലേ, കണ്ടിട്ട് പൊയ്ക്കോളൂ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ വിളിക്കുകയും രേണു അങ്ങനെ സമ്മതിച്ചുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കറങ്ങാൻ പോകുന്നതിനുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഋതപ്പൻ ഉണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്നവർക്കാണ് നമ്മൾ കാണുന്നത്. നേരത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് കിച്ചുവിൻ്റെ കൂടെ വെളിയിൽ പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചാടി ഉല്ലാസമായിട്ടൊക്കെ ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് അറിയത്തില്ല. അതോടെ തന്നെ ഇത് കണക്ക് തങ്കച്ചൻ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് പൊയ്ക്കൂടെ, പിന്നെ എന്തിനെ കൊണ്ടുപോകുന്നതെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമില്ല. സ്വന്തം സഹോദരനെ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും, അതിനൊന്നും ഒരു കുഴപ്പവും. ഇത് കണക്ക് അവരിപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല. എന്തായിരുന്നാലും അതിനുണ്ടെങ്കിൽ ഭയങ്കര കിച്ചു റിയാക്ട് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യാതെ രേണുവിനെ വിളിച്ച് അത് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഋതപ്പനെയും കൊണ്ട് വെളിയിൽ പോവുകയാണ് ചെയ്തത്. അത് അങ്ങനെ തന്നെ ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടെങ്കിൽ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ.